السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ബഹുമാന്യനായ ഒരു തങ്ങള് കാസർഗോഡ് ആ ഭാഗത്ത്, ഞാൻ പല പ്രാവശ്യവും കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങളിൽ വഅദ് പരിപാടിക്ക് ചെന്നപ്പോഴൊക്കെ പലതിലും ഈ തങ്ങൾ ദുആയും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്, ഒരു പാവം മനുഷ്യൻ. അവിടെ കാസർഗോഡ് മഹാന്മാരായ തങ്ങന്മാർ, കുമ്പോല് ആറ്റക്കോയ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് തങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഈ ഖുറാത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു സാധുവായ മനുഷ്യനാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എളിമത്തുള്ള ഒരു മനുഷ്യൻ. ഞാൻ ഇതാണ് ഇപ്പോഴത്തെ ഒരു തങ്ങന്മാർക്ക് കണ്ടില്ല, ഞാൻ തങ്ങളാണ്. തങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തങ്ങൾ പറയണതൊക്കെ എൻ്റെ ഉപ്പാപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടും നമ്മുടെ നേരെ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയും, ഉടനെ മുമ്പ് പറയും, എൻ്റെ ഉപ്പാപ്പാനോട് പറഞ്ഞാൽ നിങ്ങളെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള തങ്ങന്മാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഭൂമി അറിയാതെ ഭൂമിയുടെ മുകളിൽ നടക്കുന്ന ഒരു പാവം മനുഷ്യൻ. കണ്ണങ്കാലം വിട്ട് ഒരു ചാനം കൂടി മുകളിലേ അദ്ദേഹത്തിൻ്റെ തുണി ഉണ്ടാകാറുള്ളൂ. അതിൽ ജാട തീരെയില്ല, ഒരു തലക്കനമില്ല. ഞാനൊരു തങ്ങളാ, ഞാൻ ഒന്നുമില്ല. അതൊരു ഒരു ഒരു വളരെ നിസ്സാരനായ ഒരു മനുഷ്യനാണ് ഞാനെന്ന ബോധത്തിൽ വളരെ മാന്യമായ രീതിയിൽ, പ്രത്യേകിച്ച് പുന്നാര നബിയുടെ അഹ്ലു ബൈത്താണ് എന്ന ഒരു അതിന് കോട്ടം വരരുതേ. ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് വന്നാൽ അത് തിരുനബിയിലേക്ക് ചെന്ന് കൊള്ളുമേ എന്ന ഒരു വിശ്വാസത്തോടെ പതിഞ്ഞ് മാന്യമായി, വളരെ കൃത്യമായി, വളരെ വിനയത്തോടെ, വളരെ താഴ്ത്തി അങ്ങനെ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആരെങ്കിലുമൊക്കെ വിളിച്ചു പോലെ വായിക്കാനൊക്കെ പറഞ്ഞാൽ വാക്കിയൊക്കെ പോവാം. അങ്ങനെ കവിഞ്ഞു വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പാവം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ടല്ലോ. മരണാനന്തരം അതൊരു ബിസിനസ് ഒരു വസ്തുവാക്കി മാറ്റുക എന്നതിപ്പോൾ ഒരു വലിയൊരു കാര്യമായി മാറിയിരിക്കുക. ഇവിടെ എതിർപ്പുകൾ എത്ര കണ്ട് ശക്തമായോ അത്ര കണ്ട് ഈ ഔലിയാക്കന്മാരെ നിർമ്മിക്കുന്ന ഫാക്ടറികളും ഇപ്പോഴ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഔലിയാക്കന്മാരെ നിർമ്മിക്കലില്ല, വലിയ ആകെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത്, അള്ളാഹുവിന് മാത്രം ലയിച്ച് മറ്റുള്ള എല്ലാം വിട്ട് ജീവിക്കുന്ന സാലിഹ്യങ്ങളായ ആളുകൾ. അവർ ദുനിയാവ് വിടണമെന്നില്ല, അവര് മുഴുവനും കുട്ടികളെ ആഹാരം അന്വേഷിക്കാത്തവരാകണമെന്നില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക ഒന്നുമല്ല. ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, രാഷ്ട്രീയം ഉണ്ടാകും, പത്രം വായിക്കും, എല്ലാ കാര്യം അവർക്കുണ്ട്. എന്നാൽ എല്ലാത്തിലും ഉപരി തത്തക്കൂൻ, അല്ലാഹു പറഞ്ഞ മുത്തഖിയായിട്ട് സൂക്ഷ്മതയുള്ള ഒരാളായിട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ ആയിരുന്നു നമ്മൾ പണ്ടൊക്കെ ഔലിയാക്കന്മാര് വലിയ എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഓരോ നിർമ്മാണ ഫാക്ടറി എന്ന് പറഞ്ഞതുപോലെ ഓരോ നിർമ്മാണ ഫാക്ടറി ആയിരിക്കുക വലിയ ഔലിയാക്കന്മാർ. ഇപ്പൊ കേരളത്തിൽ ചില മൗലിയമാരും ആളന്മാരുണ്ട്. അവരിൽ ചിലരൊക്കെ ഇപ്പോഴേ മുതലൊക്കെ തയ്യാറെടുത്തോണ്ടിരിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ കബറ് കുത്തണം. അവിടെ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയതും സംഭരിച്ച സ്വത്തുക്കളൊക്കെ ഇപ്പൊ പോരാ. ഇനി നമ്മുടെ മക്കളും കുടുംബാദികൾക്കൊക്കെ ജീവിക്കാൻ എന്തെങ്കിലും വേണം. അത് നമ്മൾ മണ്ണിന്റെ അടിയിൽ പോയി കിടന്നാൽ മതി എന്നൊരു കാഴ്ചപ്പാടിൽ ഇപ്പൊ ഔലിയാക്കന്മാരായാണ് എല്ലാവരും. ഔലിയാക്കന്മാരെ അള്ളാഹ് ഒന്നും ഇപ്പോൾ നിൽക്കലില്ല. എന്തിനും പേരൊക്കെ ഇടക്കേറാവുള്ളത്. നമുക്ക് നേരെ അങ്ങടെ ഔലിയായേക്കാന്നുള്ള രീതിയിൽ അങ്ങടെ ആവുക. അത് ചിലര് പ്രകടിപ്പിക്കും. ഒരു 5-10 മോതിരമൊക്കെ ഇട്ട്, കറുത്ത കുപ്പായമൊക്കെ ഇട്ട്, വെളുത്ത 5-6 പുതപ്പൊക്കെ ഇട്ട്, ഇങ്ങനെയൊക്കെ പണ്ട് മസ്താന്മാർ ഇവിടെ നടന്നിട്ടുണ്ട് എന്നൊരു പേരുണ്ട്. ആ പേര് വെച്ച് അങ്ങനെ നടക്കുക മസ്താന്മാർ. പണ്ട് നമ്മുടെ കണിയാവൂരുണ്ട്. അബ്ദുൾ റസാഖ് മസ്താൻ, മഹാനായ
ബഹുമാനപ്പെട്ട മൂപ്പരെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ചാവക്കാടിനെ വമ്പയനാട് മുദരിസായിരുന്ന ആളാണ്. അല്ലാതെ ചുമ്മാ ഈ ഔലിയാവാൻ വേണ്ടി കാർപ്പിച്ച് നടന്ന ആളല്ല. ഔലിയാവാൻ വേണ്ടി ഔലിയാടെ ഫാക്ടറി പോയി പഠിച്ച ആളുമല്ല. കുറെ കബറുണ്ടാക്കിയിട്ട് കബറിൽ കുറെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച ഒന്നും ആളുമല്ല. അദ്ദേഹം അള്ളാഹുവിൽ വിചാരിച്ച് അള്ളാഹ് ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ കാണുന്നതെല്ലാം അവനായി എന്ന് പറഞ്ഞതുപോലെ അള്ളാഹ് ദിക്കറിന്റെ ഹൽക്കകളൊക്കെ ചാവക്കാട് ഭാഗത്തൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇരുന്ന് ദിക്കറൊക്കെ ചൊല്ലി അങ്ങനെ വളരെ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. വളരെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഒരു മുണ്ട് ഉടുത്ത് ഷർട്ടും ഇട്ട് ഒരു കറുത്ത തൊപ്പിയും വെച്ച് ഭൂമിയുടെ മുകളിൽ കിടന്ന് നടന്നു വന്നാൽ ഒരു കടുക് മണിയുടെ അത്രയുള്ള ഒരു കരട് ബഹുമാനപ്പെട്ടവരുടെ ഷർട്ടിന്റെ പുറത്ത് എവിടെയെങ്കിലും ആയാൽ ആ ഷർട്ട് പിന്നെ ഉപയോഗിക്കില്ല, അപ്പൊ തന്നെ അത് കഴുകും, അത് വൃത്തിയാക്കും. അത്ര സൂക്ഷ്മതയാ. വസ്ത്രത്തിൽ സൂക്ഷ്മത, ഇരിക്കുന്നിടത്ത് സൂക്ഷ്മത, കിടക്കുന്നിടത്ത് സൂക്ഷ്മത, ഭക്ഷണം കഴിക്കുന്നിടത്ത് സൂക്ഷ്മത, വർത്തമാനം പറയുന്നിടത്ത് സൂക്ഷ്മത, ഉറക്കത്തിൽ സൂക്ഷ്മത, ഉണർച്ചയിൽ സൂക്ഷ്മത, എല്ലാത്തിലും സൂക്ഷിച്ച് ജീവിച്ച ഒരു മഹാനായ വലിയൊരു പണ്ഡിതനാണ് ഈ അബ്ദുൾ റസാഖ് മസ്താൻ എന്ന് പറയുന്ന കണിയാവൂർ അബ്ദുൾ റസാഖ് മസ്താന്റെ സ്ഥിതി അതാ. വലിയ പണ്ഡിതനാണ് അദ്ദേഹം. എൻ്റെ ഉസ്താദിന്റെ ഉസ്താദാണ്. എൻ്റെ ഉസ്താദിന്റെ ഉസ്താദ് എന്ന് പറയുമ്പോൾ ഞാൻ ചാവക്കാടിനടുത്ത് ഒരുമനയൂർ പാലത്തിങ്ങ പള്ളി എന്നൊരു പള്ളി ഉണ്ടായിരുന്നു. ചാവക്കാട് താലൂക്കിൽ ഒരുമനയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ പാലത്തിങ്ങൽ പള്ളി എന്ന് പറഞ്ഞ ഒരു ദറസ് ഉള്ള ഒരു നിസ്കാര പള്ളിയുണ്ട്. ജുമാഅത്ത് പള്ളി ഒന്നുമല്ല, ദറസുണ്ട് അവിടെ. ആ ദറസിൽ ഞാൻ ഓതുന്ന കാലത്ത് എൻ്റെ ഉസ്താദ് മാമുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനാണ്. ഈ മാമുസ്ലിയാർ എന്ന് പറയുന്ന വമ്പനാട് ബഹുമാനപ്പെട്ട കണിയാവൂർ ഉസ്താദിന്റെ കണിയാവൂരത്തെ മൂപ്പരുടെ അടുക്കൽ നിന്ന് പഠിച്ച ആളാണ്. അപ്പൊ എൻ്റെ ഉസ്താദ് മാമുസ്ലിയാരാണ്. മാമുസ്ലിയാരുടെ ഉസ്താദാണ് ഈ കണിയാപുരം എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റിയുള്ള കുറെ കഥകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വളരെ കാലത്ത് ഞാൻ ഓതുന്ന ദർസിൽ ആഴ്ചയിലോ മാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം അദ്ദേഹം ആ വഴിക്ക് ചാവക്കാടോടെ വരുമ്പോൾ അവിടെ കയറുകയും ചിലപ്പോൾ പിന്നെ കുറെ കാലം ആലുമായി നല്ല ഹാലിൽ സൂക്ഷിച്ച് വളരെ വൃത്തിയായൊക്കെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മസ്തിലേക്ക് മാറി. പുള്ളിക്ക് ജദുവിന്റെ ഹാല്, മജ്ദൂമികളുടെ പട്ടികയിൽ പുള്ളി പെട്ടുപോയി. അങ്ങനെ മജ്ദൂമിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ കാണുന്നവരൊക്കെ അങ്ങനത്തെ ഒരു ഹാലായിട്ട് മൈസൂർ വനത്തില് അങ്ങനെ കറങ്ങി നടക്കുക കുറേ ആൾക്കാരും മുതിയന്മാരും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പുറത്ത് കരിമ്പടം ഉണ്ടാവും, ഒരു പുതപ്പ്, ആ പുതപ്പിൽ കുപ്പിച്ചിലുണ്ടാവും, കല്ലുണ്ടാവും, മിറ്റിലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ബോധം വെളിവുള്ള കുറെ ആലിമ്യങ്ങളും അല്ലാത്തൊരു മുരീതന്മാരും കൂടെ ഉണ്ടാവും. അത് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു കാലം അന്ന് അങ്ങനെ അവർക്ക് അതാണ് മസ്താമ്. അപ്പൊ അവരെയൊക്കെ കണ്ട് മനസ്സിലാക്കിയ പലർക്കും ഇപ്പൊ അങ്ങനെ ആയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് പലരും കുറെ പുതപ്പൊക്കെ എടുത്ത് 10 പേരിലും മോതിരം ഇട്ട്, കാലിന്റെ 10 പേരിലും ഇട്ടിട്ടുണ്ടോന്ന് അറിയില്ല, കാലിന്റെ 10 പേരിലുണ്ടെന്ന് കയ്യിലെ ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യിലൊക്കെ മോതിരമൊക്കെ ഇട്ട് അവർ ഹവ ഹൂയായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന ഒരു തരം ആളുകളുണ്ട്, അവര് മസ്താന്മാര്, വേറൊരു വിഭാഗം. പിന്നെ ഇപ്പൊ ഈ വാങ്ങുന്ന കുറെ മൊയ്ലിയാന്മാരുണ്ട്. ഞാൻ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാളുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഏതായാലും വലിയൊരാളാണെന്ന് സ്വയം അവകാശപ്പെടുകയും ഈ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പ്രവചനം നടത്തുകയും ചെയ്യുന്ന ഒരു വാങ്ങ മുസ്ലിയാരുണ്ട്. അദ്ദേഹം എല്ലാ കാര്യത്തിലും പ്രവചനം നടത്തുന്ന ആളാണ്. നാളെ എന്ത് നടക്കുന്നു അദ്ദേഹത്തിന് അറിയാം. നാളെ എന്ത് നടക്കുന്നു അറിയാവുന്ന ആളാണ് അദ്ദേഹം. നാളെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. ഇമാം മഹദി ഇന്ന ദിവസം വരും എന്ന് പറയും, ഇത്രാം കൊല്ലം വരുമെന്ന് പറയും. അങ്ങനെ ഇറാൻ തോക്കുമോ എന്ന് പറയും. ഇറാനും ഇസ്രായേലുമായിട്ട് യുദ്ധം നടന്നാൽ ആ യുദ്ധത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയും. ആദ്യം പറഞ്ഞ് ഇറാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞു. ഇറാനൊക്കെ പറഞ്ഞ യുദ്ധത്തോടുള്ള പൊടി പടലം ഇറാന്റെ കാണൂല എന്ന്. പക്ഷെ മൂപ്പരുടെ വാക്കുകളിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മൂപ്പരുടെ കറാമത്താണോ എന്താണെന്ന് അറിയില്ല. ഇറാന്റെ മുന്നിൽ സകല ആയുധവും വെച്ച് കീഴടങ്ങി ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക. ലോക പോലീസാണ് അമേരിക്ക. ലോക പോലീസ് ജമയ്യ. ആ അമേരിക്ക സകല ആയുധവും വെച്ചോ ഇറാന്റെ മുന്നിൽ കീഴടങ്ങി. എൻ്റെ പൊന്ന് ദയവ് ചെയ്ത് കൊമേനി ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞു. അവസാനം അങ്ങനെ പറഞ്ഞു. കാരണം സൗദി അമേരിക്കയ്ക്ക് ഈ യുദ്ധങ്ങളും അതിൻ്റെ പട്ടാള ക്യാമ്പുകളും ഒക്കെ ഇവിടെ അടുത്തൊക്കെ നമ്മുടെ അറബി രാജ്യങ്ങളാണല്ലോ കൊടുത്തേക്കുന്നത്. ഖത്തർ, UAE, സൗദി, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ. അപ്പൊ അതെന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ രാജ്യത്തിന്റെ ഷെയർ ഉണ്ടാവാതിരിക്കാൻ.
ഖത്തർ കൊടുത്തതിനാ ഖത്തറിനെ ആരും ഉപദ്രവിക്കാതിരിക്കും. ഖത്തറിനെ ഉപദ്രവിക്കുന്നതിനാ വലിയേട്ടൻ നമ്മളെ നോക്കിക്കോളും. വലിയേട്ടനാണ് അമേരിക്ക. അമേരിക്കയിലൊക്കെ പട്ടാളത്തിന് ക്യാമ്പ് കൊടുത്താൽ പിന്നെ അമേരിക്ക നോക്കിക്കോളും നമ്മുടെ കാര്യം എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് പുള്ളി അമേരിക്ക ഖത്തർ കൊടുത്തു, അപ്പുറത്തുള്ളവർ കൊടുത്തു, അറബി എല്ലാവരും കൊടുത്തു. പക്ഷേ അങ്ങനെ വന്ന് യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക രണ്ടും തന്നെ കൊണ്ടുപോയി ഇറാനിലേക്ക് ഇട്ടു. ഇറാന് ഒരുപാട് ദശവർഷക്കാലം ഇറാഖുമായി യുദ്ധം നടത്തി. യുദ്ധം എങ്ങനെ നടത്തണം, എന്ത് നടത്തണം നന്നായിട്ട് അറിയാം. പരിചയസമ്പത്തുള്ള ഒരാളല്ലേ. അവർ അടിച്ച് ഫയർ ചെയ്തു. നിങ്ങൾ അങ്ങനെ ചെയ്യണോ? എന്നാൽ നിങ്ങളുടെ ഈ പട്ടാള ക്യാമ്പൊക്കെ ഞങ്ങൾ തകർക്കും പറഞ്ഞ് ഖത്തറിലേക്ക് കൊണ്ട് ഇട്ടു. അടുത്ത് UAE-യിലേക്ക് ഇടും, അടുത്ത് സൗദി അറേബ്യയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ആയുധം വെച്ച് കീഴടങ്ങി. എന്നിട്ട് ഇയാൾ പറഞ്ഞത് എങ്ങനെയാ, ഇറാൻ തവിടുപൊടിയായി പോകും എന്നാണ് പറഞ്ഞത് ഈ യുദ്ധത്തിൽ. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെയൊക്കെ പറയുന്ന പ്രവചനം ചെയ്യുന്ന ഒരു വാദനുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാനിപ്പോൾ അദ്ദേഹത്തിനെ പേരൊന്നും പറഞ്ഞ് നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പ്രവചനമാണ് മുമ്പൊരു ജോലി. നാളെ എന്ത് നടക്കുമെന്ന് പുള്ളിക്ക് ശരിക്കറിയാം. മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഇത്രയും വില കൊടുക്കാത്ത ഒരു വാദൻ, ഒരു പ്രാസംഗികൻ, ഒരു പ്രഭാഷകൻ ദുനിയാവിലുണ്ടായിട്ടില്ല. മുന്നിലിരിക്കുന്നവരെ മുഴുവനും ഹംക്കുകൾ, ബോധമില്ലാത്തവർ എന്നൊക്കെ പറയുന്ന മുന്നിൽ എന്നിട്ടും കുറേ എണ്ണം പോയി ഇരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ അയാൾ ഉൾപ്പെടെ പലരും ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് വലിയാവണം. വലിയാവണമെന്ന് വിവാദത്തോട് വലിയാവാനല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വലിയാകണം. വലിയായാലും എന്താ ഗുണം? അടുത്ത് എപ്പോഴാണ് മരിക്കണമെന്ന് അറിയില്ല. ഈ അയാൾക്ക് മരണം എപ്പോഴാന്ന് പറഞ്ഞാലും നമുക്ക് അതിനുവേണ്ടി കരുതാറുന്നു, അത് അറിയില്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോയി കുഴിച്ചിടണം. ആ കുഴിച്ചിട്ട് മൂടിക്കഴിഞ്ഞാലോ നമ്മുടെ ആളുകൾക്ക് ഒരു ജീവിത പദ്ധതി ആകണം. നമുക്കിപ്പോൾ എല്ലാ കാലവും വാതോർന്ന് ഒരു ചെലവിന് കൊടുക്കാൻ പറ്റും. നമുക്കൊരു നമ്മുടെ ആളുകൾക്കും മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും ഒരു ജീവിത പദ്ധതി ആകാൻ ഒരു മക്ബറ ഉണ്ടാകണമെങ്കിൽ ഞാൻ അതിന് മുൻകൂട്ടി തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ അധികം ഉണ്ട് കേട്ടോ. ഒരാളൊന്നും അല്ല, രണ്ടാളൊന്നും അല്ല, ഒരുപാടുണ്ട്. ഒരുപാട് ആളുകളുണ്ട് സ്വയം കറാമത്ത് പറയുക, ഞാൻ അത്ഭുതം, ഞാൻ അവിടെ പോയി എന്ന് പറയുക, അമേരിക്കയിൽ പോയി എന്ന് പറയുക, ഉറക്കത്തിൽ ഞാൻ ആ നബീനെ കണ്ടു എന്ന് പറയുക. ഒന്നോ എനിക്ക് വയ്യ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാത്ത മൊയ്ലിയാക്കന്മാരെ സ്വപ്നം കാണുന്ന ഒരാളെ സ്വപ്നം കാണാന്നുള്ളത് ആളെ കാണാൻ രൂപമില്ലാത്ത, അറിയില്ലാത്ത, പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ സ്വപ്നം കാണും? പരിചയം വേണ്ട സ്വപ്നം കാണണമെങ്കിൽ. സ്വപ്നം കാണുന്ന ആടിനെ കാണണമെങ്കിൽ ആടിനെ നമ്മൾ അറിയണം. ആനയെ കാണണമെങ്കിൽ ആനയെ നമുക്കറിയാം. ഒരാളെ കാണണമെങ്കിൽ ഇപ്പം EK അബൂബക്കർ സ്വപ്നം കാണണം. EK അബൂബക്കർ കണ്ടിട്ടുള്ളവർക്കറിയാം അത് EK ആണെന്ന്. ഇങ്ങനെ ഓരോരുത്തരെ അറിയണം. ഇതൊന്നും വേണ്ട. ഇപ്പം മൊയ്ലിയാക്കന്മാരുടെ നല്ല ശതമാനവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കാം. ഞാൻ നബീനെ കണ്ടു. നബീനെ കാണാത്ത ഒറ്റ ആരുമില്ല. അത് ഒരു 10-20 കൊല്ലം മുമ്പായിരുന്നു കേട്ടോ. 10-20 കൊല്ലത്തിന് ശേഷം നബീനെ കാണൽ കുറവാ. നബീനെ നേരിട്ട് കാണാണ്. നബി അവിടെ സദസ്സിൽ വന്നു, ഈ സദസ്സിൽ വന്നു, അവിടെ മൗലിദ് നടത്തിയപ്പോൾ നബി ഉണ്ടായിരുന്നു, സ്വലാത്ത് ചൊല്ലിയപ്പോൾ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. ഈ വിവരക്കേട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ, പളുന്തുപോലത്തെ ദീൻ, പരിശുദ്ധമായ ദീൻ, വേൾഡ് ഫേമസ് ആയ മുഹമ്മദ് അലി ക്ലേ സ്വീകരിച്ച ദീൻ, ലോകപ്രസിദ്ധിയായ കമലാതുരയ്യ അവസാനം അഭയം തേടിയ ദീൻ, ലോകപ്രസിദ്ധരായ ആയിരക്കണക്കിന് ചിന്തകർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ ദൈനംദിനം പുൽകിക്കൊണ്ടിരിക്കുന്ന ദീൻ, ആ ദീനെ ആണ് നശിപ്പിക്കുന്നത്. നുണക്കഥ പറഞ്ഞ് കാറ്റുകെട്ടി പച്ച നുണ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരിക്കൽ, എനിക്ക് പറയുക ഒരു കാലം വരും എൻ്റെ സമുദായത്തിൽ. അന്ന് എൻ്റെ സമുദായത്തിലെ ഏറ്റവും ദുഷിച്ച ആളുകൾ എന്ന് പറയുന്നത്, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. അത് തന്നെയാ സത്യം. നിങ്ങൾ കേട്ടു നോക്ക്. ഒരു പ്രസംഗം ഒരു മൊയ്ലിയാർ പറയണത് നിങ്ങൾ കേട്ടു നോക്ക്. ആരെ പറ്റിയാന്നറിയാവോ? ഖുറാത്തങ്ങളെ പറ്റി. മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ വഫാത്തിന്റെ സമയത്തെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട മകനതാ മതേ കൂറയിൽ ജനാസ വെച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഉപദേശം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. മഹാനായ ഖുർറത്തു
ഖുർറത്തു സാദാത്ത് തങ്ങളുടെ ജനാസ ഇവിടെയുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട മകനതാ, അവിടുത്തെ പ്രിയപ്പെട്ട മകനതാ മൈക്കെടുത്തുകൊണ്ടൊരു കാര്യം പറഞ്ഞു. വഫാത്തിന്റെ സമയം മഹാനായ ഖുർറത്തു സാദാത്ത് പറഞ്ഞ വാക്കെന്താണ്? അതേ എന്നതേ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്നെ ക്ഷണിക്കുന്നുണ്ട്, എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖ് എന്നെ വിളിക്കുകയാണ്, എന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണത്! ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? ഔലിയാക്കളുടെ നേതാവല്ലേ, ഔലിയാക്കന്മാരുടെ പ്രസിഡന്റ് അല്ലേ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഔലിയാക്കന്മാരെ പ്രസിഡന്റാണ്. ഞാൻ ഉദാഹരണം പറയാം. ഈ വേദിക്കൊരു പ്രസിഡന്റ് ഉണ്ട്, അധ്യക്ഷരുണ്ട്. ആ അധ്യക്ഷര അനുമതി കിട്ടാതെ ഒരാളും വേദിയിലേക്ക് കയറരുത്, ഒരാളും ഇറങ്ങിപ്പോകരുത്. ആ വേദിയിൽ ആ മഹാന്മാർ ഇരിക്കുന്ന അധ്യക്ഷത ഇരിക്കുമ്പോ അവരുടെ അനുമതി പ്രകാരമേ പോകാവൂ, ഇറങ്ങാവൂ. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രസിഡന്റായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മുരീദായ, അവിടുത്തെ വിലായത്തിന്റെ പട്ടികയിൽപ്പെട്ട മഹാനാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുകയാണ്. ഖുർറത്തു സാദാത്ത് പറയുന്നു, പ്രസിഡന്റായ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണത്! മഹാനായ ഖുർറത്തു സാദാത്തിനെ ബദരീങ്ങൾ വിളിക്കുന്നു പറയാമായിരുന്നു, അത് മറ്റുള്ള മഹാന്മാർ വിളിക്കുന്നു പറയാമായിരുന്നു, താജുൽ ഉലമ വിളിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷേ വഫാത്തിന്റെ സമയം അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്താണ്? ഖുറാത്തങ്ങളെ പറ്റി പറയുക. ഖുറാത്തങ്ങൾ എന്തായിരുന്നു? ഖുറാത്തങ്ങളെ പറ്റി പറയുന്നത്, ഈ മൊയ്ലിയാർ പറയുന്നത്, ഖുറാത്തങ്ങളുടെ മോൻ അവിടുത്തെ ഉറൂസിൽ എവിടെയും കണ്ട് പ്രസംഗിച്ചതോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഇയാൾ കേട്ടു എന്നാ പറഞ്ഞത്. ഇയാൾക്ക് അത്ര വലിയ റിപ്പോർട്ടൊന്നുമില്ല, കേട്ടോടത്തെ കാര്യമാണ്. അയാൾക്ക് അനുഭവം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും ആൾ പറയുന്നത് എന്താ? ഖുറാത്തങ്ങൾ മരിച്ചതല്ല. പിന്നെയോ താജുൽ ഉലമ വിളിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷേ വഫാത്തിന്റെ സമയം അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്താണ്? മുഹയ്യിദ്ദീൻ ശൈഖ് വിളിക്കുന്നു എന്നാണ്. മൊയ്തീൻ ശൈഖ് വിളിച്ചിട്ട് പോയേക്കണതാണ്. ഈ മൊയ്തീൻ ശൈഖിന് വേറെ ആരെയും കണ്ടിട്ട് ഈ ഖുറാത്തങ്ങൾ വിളിക്കണമെന്നില്ല. ഖുറാത്തങ്ങളെ മൊയ്തീൻ ശൈഖ് വിളിക്കാതെ തന്നെ മാന്യമായിട്ട് അള്ളാഹുവിന്റെ അത് മരണത്തിന് കീഴടങ്ങി പോകാൻ മുമ്പ് തയ്യാറാ. കാരണം മുമ്പ് നഖം മുറിച്ച് ജീവിച്ചയാളാ, കാൽനഖം മുറിച്ച് വൃത്തിയായി സൂക്ഷിച്ച് എനിക്ക് ഏത് നിമിഷവും മരണം വരാം എന്ന ചിന്തയിൽ ജീവിച്ചാളാ. ഒരു ഗീബത്ത് പറയുന്ന ആളല്ല, ഒരു ഏഷണി പറയുന്ന ആളല്ല, പരദൂഷണം പറയുന്ന ആളല്ല. കിബറില്ല, അഹന്തയില്ല, അഹങ്കാരമില്ല. പാവം അദ്ദേഹം മനഃപൂർവ്വം കബറുണ്ടാക്കാനും പറഞ്ഞില്ല ആരോടും. മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാശ് വേണം, അതുകൊണ്ട് അവിടെ കച്ചവടാക്കി വെയിൽ കെട്ടി തളം കെട്ടി അന്ന് തന്നെ പൊക്കി. ഞാനൊരു കാര്യം കൂടി രസകരമായിട്ട് പറയട്ടെ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഔലിയാക്കന്മാരെ കബർ പൊങ്ങല, അവിടെ കബർ പൊങ്ങി. അറിഞ്ഞില്ലേ? അവിടെ ആ മുന്നേറെ അന്നാണെങ്കിൽ കബർ പൊങ്ങി കബർ പൊങ്ങല. ഇപ്പോഴോ? ഇപ്പൊ കബർ പൊക്കല. ഇപ്പൊ കബർ പൊങ്ങല കഥയേ ഇല്ല. കബർ പൊങ്ങിയ ഒരു കഥ കേൾക്കാനില്ല, കബർ പൊക്കണ കഥയാ. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അതാ. എൻ്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളൊക്കെ കേൾക്കുക അവിടെ ഒരു കബർ പൊങ്ങി. പൊങ്ങിയപ്പോ അത് ആരാ എന്താന്ന് അറിയാൻ വേണ്ടി അന്ന് ജീവിച്ചിരിക്കുന്ന കൊള്ളാവുന്നവരുടെ അരികത്ത് പോകുമ്പോൾ അവർ പറയും, അങ്ങനെ ഇപ്പൊ പൊങ്ങിയ പൊക്ക ഒന്നും നോക്കാം. എന്തായാലും നിങ്ങളവിടെ പ്രത്യേകിച്ച് കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട, ആരെങ്കിലും വന്ന് യാസിന് പോകാൻ ഓതിക്കോട്ടെ, അടുത്ത് കിടക്കുന്ന കബറാളികൾക്കും കൂലി കിട്ടിക്കോളും, നല്ല കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനും നിൽക്കണ്ട, വേറെ പണിക്കൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ആലിമ്യങ്ങൾ അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് കൊള്ളാവുന്ന ആലിമ്യങ്ങൾ. എന്തിനെങ്കിലും കൊള്ളാവുന്ന ആലിമ്യങ്ങളൊക്കെ അങ്ങനെ. അല്ലാതെ എനിക്ക് ബെൻസ് കാറുണ്ടായത്, എനിക്ക് ഈ അമ്പലച്ചുംബികളായ മണിമന്ദിരങ്ങൾ ഉണ്ടായത്, ഞാൻ ഇത്രയും വലിയ പ്രശസ്തനായത് CM മടവൂർ എന്നെ എൻ്റെ വർക്കത്തുകൊണ്ട് അവരെന്നെ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയുന്ന ആലിമ്യങ്ങളല്ല അന്ന്. അതിലൊക്കെ ആ പറച്ചൽ കൊണ്ട് 100 ആലിമ്യങ്ങളാണെന്നറിയോ, മൊയ്ലിയാമാരാണെന്നറിയോ ഈ കച്ചവടത്തിൽ നിങ്ങളെ പിൻപറ്റാൻ പോണത്. അല്ല, ഇയാൾ ഈ കണ്ട ലെവലിലൊക്കെ എത്തിപ്പെട്ടതുകൊണ്ട് ഈ മടവൂരിനെ പിടിച്ചതുകൊണ്ട്. അപ്പൊ നമുക്കും എന്തെങ്കിലും കിട്ടണമെങ്കിൽ മടവൂരിനെ പിടിക്കാം. അപ്പൊ മടവൂരിനെ പിടിക്കാൻ ആളുകൾ തയ്യാറായതെന്താ? ഈ രക്ഷപ്പെട്ടവരൊക്കെ പറഞ്ഞ് ഞാൻ ഈ കോലത്തിലായത് മണ്ണ്. അപ്പൊ എന്നാ നിങ്ങൾ അങ്ങനെയാണല്ലോ ആളുകൾക്ക്, നിങ്ങൾ രക്ഷപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ. നിങ്ങൾ ഇഞ്ചി കച്ചവടത്തിൽ രക്ഷപ്പെട്ടത് ഞാനും ഇഞ്ചി കച്ചവടം, നിങ്ങൾ ഗൾഫിൽ പോയിട്ടാണെങ്കിൽ ഞാനും ഗൾഫിൽ. അങ്ങനെയാണല്ലോ മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ഞാൻ വളർന്നതും വികസിച്ചതും അഖില ലോക പ്രശസ്തനായതും ഈ ഒറ്റ
മൊയ്ലിയാരുടെ കറാമത്താണ് എന്ന് പറയുക അള്ളാഹ്ക്കും മാതിരി യാതൊരു പങ്കുമില്ല. അപ്പൊ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ഈ നടക്കുന്ന മൊയ്ലിയാക്കന്മാരും ഇത് പറയാൻ തുടങ്ങിയ ആൾക്കാരാണല്ലോ, അവര് ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വന്ന എന്തെങ്കിലും 10 രൂപ കിട്ടണം, അല്ലാതെ വിശ്വാസവും ഹിദായത്തോ ഈമാനോ മുസ്ലിയാരോ ഒന്നുമല്ല. ഒരു ഇഖ്ലാസും അവർക്കില്ല, അവർക്കൊരു വിശ്വാസവും ഇല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ മൊയ്ലിയാരി നുണ പറയൂ, ഈ കളവ് പറയും. മൊയ്ലിയാർ പറയണം എന്താണെന്ന് നോക്കി, ഖുറാത്തങ്ങള് മരിക്കുന്നതിന് മുമ്പ് മരിക്കാൻ നേരത്തെ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഞാൻ മരിക്കുന്നതല്ല, പിന്നെയോ എന്നെ മുഹീദ്ദീൻ ശൈഖ് വിളിച്ചത് കൊണ്ട് ഞാൻ പോവുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് ഞാൻ കൂട്ടിച്ചേർത്തതാണ്, അയാൾ പറഞ്ഞില്ല. ഖുറാത്തങ്ങൾ പറഞ്ഞതെന്നാ മുഹീദ്ദീൻ ശൈഖ് വിളിച്ചിട്ടാണ് ഞാൻ പോണെന്ന് പറഞ്ഞു എന്ന് ഈ മൊയ്ലിയാർ പറയാ. നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടില്ലേ? ആ മൊയ്ലിയാർ പറയുന്നത് എന്തെങ്കിലും ഒരു തരിമ്പിന് സത്യം അതിലുണ്ടോ? അയാളുടെ ആ തലയെക്കെട്ട് അള്ളാഹ്ക്ക് വേണ്ടിയോ ദീനിന് വേണ്ടി ഇത് കെട്ടിയതാണോ? അയാളുടെ ലക്ഷ്യം എന്താണ്? ഖുറാത്തങ്ങളുടെ മധുഹരണ മൊയ്ലിയാറാവുമ്പോൾ അടുത്ത ഉറൂസിനും അയാളെ വാതിന് ക്ഷണിക്കും, അതിൻ്റെ അപ്പുറത്തുള്ളവർക്കും വാതിന് ക്ഷണിക്കും. അതിൻ്റെ അപ്പുറത്തും പറയും ഇങ്ങനെ വേറെ ആളുടെ കറാമത്ത് പറഞ്ഞ് ഇയാൾക്കും കറാമത്ത് ഉണ്ടാകും. അങ്ങനെ ഇയാളെ കുറിച്ചിടുമ്പോഴും കെട്ടിപ്പോക്കും. ഈ പരിപാടിയല്ലേ ഇത് വെറും കച്ചവടമല്ലേ? ഒറിജിനലായ മൗലിയാക്കന്മാരുടെയും മഖബറുകളുടെയും നേരെ ആളുകൾ ആക്രമിക്കാൻ, ആളുകൾ ആക്രോശിക്കാൻ, അതിന്റെ വില കുറച്ച് കാണാൻ ഇടവരുത്തുന്നത് ഈ ഡ്യൂപ്ലിക്കറ്റ് കെട്ടി പച്ചമായി പറയുന്ന ഇയാളെ പോലത്തെ വർത്തമാനമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര മോശപ്പെട്ട വർത്തമാനം. അങ്ങനെ ഈ എന്താണ് ഖുറാത്തങ്ങളുടെ മോൻ പ്രസംഗിച്ചു, പറഞ്ഞു വാപ്പ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ മോൻ 6 വർഷങ്ങളാ അയാൾ പറഞ്ഞെങ്കിൽ, ഖുറാത്തങ്ങളുടെ മകൻ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ 6 വർഷങ്ങളാണ്. തികച്ചും ഖുറാത്തങ്ങളുടെ മകനോ അറിയാത്ത മനസ്സ് അറിയാത്ത കളവാണ് ഈ മൊയ്ലിയാർ തലയെ കെട്ടിക്കൊണ്ട് പറയണത്. ഇങ്ങനെ തലയെ കെട്ടിക്കൊണ്ട് കള്ളക്കഥ പറയുന്ന പ്രചരിപ്പിക്കുന്ന ഇവരൊക്കെ ആരാ? ഇവരെയൊക്കെ നമ്മുടെ സമുദായത്തിന്റെ ആളുകളാണെന്നൊക്കെ പറയണ എങ്ങനെയാ? ഇവരൊക്കെ നിലകൊള്ളുന്ന പ്രസ്ഥാനം ഏതാ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു എത്ര മോശമായ എന്നെ മുഹീദ്ദീൻ ശൈഖ് വിളിച്ചിട്ടാണ്. അത് കേൾക്കുമ്പോഴോ മുഹീദ്ദീൻ ശൈഖിനെ ആക്ഷേപിക്കാൻ ആളുകൾ തയ്യാറാവും. മുഹീദ്ദീൻ ശൈഖ് ആക്ഷേപിക്കപ്പെടേണ്ട ആളാണോ? അല്ല. മുഹീദ്ദീൻ ശൈഖ് ആക്ഷേപിക്കപ്പെടേണ്ട ആളല്ല. മഹാനായ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ മഹാനായ മനുഷ്യനല്ലേ? അദ്ദേഹം ഒരു വലിയ പണ്ഡിതനല്ലേ? അദ്ദേഹം ഒരുപാട് കാലം ദീനി പ്രബോധനം ചെയ്തതല്ലേ? കോഴിക്കോട്ടുകാരനായ ഖാദി മുഹമ്മദ് എഴുതിയ ആ മുഹീദ്ദീൻമാരെ പറയുന്നെന്താ? 4 പതിറ്റാണ്ട് വഅദ് പറഞ്ഞവർ നന്നായി 90 കാലം ഇരുന്നവർ. കോഴിക്കോട്ടുകാരനായ ഖാദി മുഹമ്മദ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് എഴുതിയ മുഹീദ്ദീൻമാരിൽ പറയുന്നത്, മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുന്നത് എന്താണ്? 4 പതിറ്റാണ്ട് വഅദ് പറഞ്ഞവർ നന്നായി 90 കാലം ഇരുന്നവർ. 4 പതിറ്റാണ്ട് വഅദ് പറഞ്ഞു, ദീനി പ്രബോധനം നടത്തി, ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു. അതൊക്കെ ചരിത്രമല്ലേ? അത് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് എഴുതി എന്ന് പറഞ്ഞു മൊയ്തീൻമാല എന്ന് പറഞ്ഞ് തള്ളിയാൻ പറ്റുമോ? മൊയ്തീൻമാലയിൽ പറയപ്പെട്ട കഥകളിൽ അദ്ദേഹത്തിന്റെ മനാക്കുമായി എഴുതപ്പെട്ടിരിക്കുന്ന ബഹുജ അവർ ചൊന്ന ബൈത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങനെ തക്മീല തന്നെ ഇന്നും കണ്ടോവർ എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട്ടുകാരൻ എഴുതിയ മൊയ്തീൻമാല എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. മൊയ്തീൻമാലയിൽ അദ്ദേഹം എഴുതിയ ആ പറയപ്പെടുന്ന മഹാനായ ഗൗസുൽ ആലം എത്രയോ കിതാബുകൾ രചിച്ച മനുഷ്യനാ, എത്രയോ വലിയ പണ്ഡിതനാ. ഇന്നും തസവുഫിന്റെ വിഷയങ്ങളിൽ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബുകളിലെ റഫർ ചെയ്യാൻ പരിശോധിക്കാൻ ആളുകൾ എടുക്കുന്നത് ആ മുഹീദ്ദീൻ ശൈഖ്. ആ മുഹീദ്ദീൻ ശൈഖിനെ ആക്ഷേപിക്കാൻ വരെ ഇടയാകുന്നു ഈ മൊയ്ലിയാരെ വിളിച്ചിട്ട് മുഹീദ്ദീൻ വ്യസനം പിടിച്ച് അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്നത് അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ചാ. അള്ളാഹുവിന്റെ ഓർഡർ അനുസരിച്ച് അള്ളാഹു തീരുമാനിക്കുന്ന സമയത്ത് ഒരാൾ മരിക്കുന്നത്, അല്ല മൊയ്തീൻ ശൈഖിന്റെ ക്ഷണം സ്വീകരിച്ചു പോയതല്ല.
മൊയ്തീൻ ഷേഖിന്റെ വിസിറ്റിംഗ് വിസ അയച്ചു കൊടുത്തു പോയതാണോ? ഇപ്പൊ ഖുറാത്തങ്ങൾക്ക് മൊയ്തീൻ ഷേഖ് വിസിറ്റിംഗ് വിസ അയച്ചു കൊടുത്തു. ആ വിസയില് മൊയ്തീൻ ഷേഖിന്റെ ക്ഷണം അനുസരിച്ച് മൊയ്തീൻ ഷേഖിന്റെ അതിഥിയായിട്ട് പോയപ്പോണെന്നാ ഈ മോലിയാർ പറയണത്. ഇങ്ങനെയൊക്കെ എന്ത് മോലിയാർ? മൊയ്തീൻ ഷേഖിന്റെ ക്ഷണം അനുസരിച്ച് ആ ഖുറാത്തങ്ങൾ പോയി. മൊയ്തീൻ ഷേഖിന് ഇവർക്ക് വിസ അയച്ചു കൊടുക്കണം പണിയല്ലേ അവിടെ. മൊയ്തീൻ ഷേഖ് മഹാന്മാരായ ആൾക്കാർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ഇകഴ്ത്താൻ കാരണക്കാരാണ് ഇവരുടെയൊക്കെ ഈ സംസാരം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞ് മഹാന്മാരെ കളങ്കപ്പെടുത്തരുത്, മഹാന്മാരെ ഇകഴ്ത്താൻ, ജനങ്ങളെ ഇകഴ്ത്താൻ കാരണമാകരുത് എന്നാണ് നമ്മൾ പറയുന്നത്. കൂടെ കൂടെ ആളുകൾ മരിക്കുന്നു. കൊള്ളാവുന്ന സാധുക്കളായ പലരും മരിക്കുന്നു. മരിക്കുന്നവരൊക്കെ സ്ഥലത്ത് വച്ച് കെട്ടി ആ ആരാധനയും ആ പാട്ടും പെയ്ത്തും ഇതുമൊക്കെ തുടങ്ങുക. വേറെ ഒരു പണിയില്ല. എന്തിനാ നിങ്ങൾ അതിന് പോകണമെന്ന് ഞാൻ ചോദിക്കണേ? ആർക്ക് വേണ്ടിയിട്ടാ? അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ? അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇസ്ലാം പുലുകുന്നുണ്ടോ? ഇതുകൊണ്ട് രണ്ടാൾ പുറത്തു പോകുന്നല്ലാതെ, രണ്ടാളെ യുക്തിവാദിയാക്കുന്നല്ലാതെ, രണ്ടാളെ നിരീശ്വരവാദിയാക്കുന്നല്ലാതെ ഈ പരിപാടി കൊണ്ട് മരിക്കുന്ന ആൾക്കൊക്കെ ഈ ഇത് കെട്ടിവെച്ചിട്ട് നിങ്ങൾ ഈ പരിപാടി നടത്തുന്നുണ്ട് എന്ത് ഗുണം? وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.